ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ കടം കൊടുക്കുമ്പോൾ ഉള്ള കോൺസിക്വൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു വീഡിയോ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ കടം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കടം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തേക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒരു വ്യക്തിക്ക് നിങ്ങൾ കാശ് കടം കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഫസ്റ്റ് ഓഫ് ഓൾ എന്തെങ്കിലും എവിഡൻസ് ഉണ്ടാക്കിയിട്ട് വേണം നിങ്ങൾ കാശ് കടം കൊടുക്കേണ്ടത്. കാരണം ഈ വ്യക്തി നാളെ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ പണം തിരിച്ചു തരാതെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് എഗൻസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ എവിഡൻസ് നമ്മുടെ കയ്യിൽ കാണത്തുള്ളൂ. അതുകൊണ്ട് അതായത് GPay വഴി നിങ്ങൾക്ക് കാശ് കടം കൊടുക്കാം, അതുപോലെ തന്നെ അക്കൗണ്ട്സ് അവരുടെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഇനി കയ്യിൽ കാശ്, ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എവിഡൻസുകളാണ് ഫ്യൂച്ചറിലേക്ക് ഇവർക്ക് എഗൻസ്റ്റ് ആയിട്ട്. ഇനി കയ്യിൽ കാശ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ യാതൊരു എവിഡൻസും ബാക്കി വെക്കാതെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഫ്യൂച്ചറിലേക്ക് നമുക്ക് വേണ്ട രീതിയിൽ ഇവർ കാശ് തിരികെ തരാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി നിങ്ങൾ കാശ് കടം കൊടുത്തു, അപ്പോൾ യാതൊരു എവിഡൻസും നിൽക്കാതെ അല്ലെങ്കിൽ വയ്ക്കാതെയാണ് നിങ്ങൾ കടം കൊടുത്തത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇവരുടെ അടുത്ത് പൈസ തിരിച്ചു തരുന്നില്ല ആ വ്യക്തി. അപ്പോൾ തിരികെ പൈസ ചോദിച്ചിട്ട് തിരിച്ചു തരുന്നില്ലാത്ത സാഹചര്യത്തിൽ നിങ്ങൾ ഫസ്റ്റ് അതിന് പ്രശ്നം ഉണ്ടാക്കുന്നതിന് മുന്നേ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ മേക്ക് ചെയ്യുക. എന്താണ്, ഞാൻ നിങ്ങൾക്ക് കാശ് തന്നിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ അത് എപ്പോൾ തരും എന്നുള്ളത്. അപ്പോൾ ഇവർ ഇന്ന മാസത്തിനുള്ളിൽ തരാം എന്നൊക്കെ ഉള്ളത് റിപ്ലൈസ് ഇവർ തരുമല്ലോ. ഇവർ കാശ് കടം വാങ്ങി എന്നുള്ളത് അഡ്മിറ്റ് ചെയ്തതായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ മേക്ക് ചെയ്യുക. സോ ഇതാണ് വേണ്ടത്. സോ ഇത് കടം കൊടുക്കുമ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കുക. ഇന്നത്തെ കുഞ്ഞ് ലീഗൽ ഇൻഫർമേഷൻ ഇതാണ്. സോ യൂസ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ആൻഡ് ഇത് യൂസ്ഫുൾ ആവുന്ന നിങ്ങളുടെ ഫ്രണ്ടിന് ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.